അപ്പോ യുവമോർച്ച സമരം, യൂത്ത് കോൺഗ്രസ് സമരം, സഖാക്കളുടെ തല്ല്, ഇത്രയും കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ഇതൊന്നുമല്ല അതുക്കും മേലെ. അതും നവകേരള യാത്ര തലസ്ഥാനത്തെത്തിയപ്പോൾ നടന്നു. പക്ഷെ ആരും അറിഞ്ഞില്ല, ട്രോളുകളും ഇറങ്ങിയില്ല. പക്ഷേ പിണറായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് മക്കളെ. നമസ്കാരം. അപ്പോ നമ്മുടെ മുഖ്യന്റെ പേടി അത് നേരത്തെ തന്നെ കേരളം അറിഞ്ഞതാണ്. പക്ഷേ നവകേരള സദസ്സിലൂടെ അതിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതുക്കും മേലെ നടന്നത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അറിയണം, ചുമ്മാ ഓർത്ത് ചിരിക്കാമല്ലോ. അതിനു മുൻപ് ഇന്നലത്തെ ചില അടിയറവ് പറച്ചിൽ അതും നിങ്ങൾ അറിയണം. അതിനുശേഷം നമുക്ക് ലോക തോൽവിയിലേക്ക് കടക്കാം. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ സേന യുവമോർച്ച പ്രവർത്തകരുടെ തല്ലും കൊണ്ട് ജീവനും കൊണ്ട് ഓടിയതോടെ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് സടകുടഞ്ഞ് എഴുന്നേറ്റതും അതോടെ ഇന്നലെ തലസ്ഥാന നഗരം യുദ്ധക്കളമായതും നമ്മൾ കണ്ടിരുന്നു. അവിടെയും നിങ്ങൾ അറിയാത്ത ഒരു ഒത്തുതീർപ്പ് മുന്നേ തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് ഊരിപ്പിടിച്ച കത്തികൾക്കും ഉയർത്തിപ്പിടിച്ച വാളുകൾക്കും ഇടയിലൂടെ നടന്ന നമ്മുടെ മുഖ്യന്റെ ഭയം ശമിപ്പിക്കുന്നതിനുള്ള ഒരു പോലീസ് കുരുതി, അതാണ് ഇന്നലെ നടന്നത്. കാരണം അതിനെ കുരുതി എന്ന് തന്നെ പറയണം. കാരണം ഇന്നലെ അമ്മാതിരി പെടയാണ് പോലീസിനും കിട്ടിയത്. അത് തലസ്ഥാനത്ത് മാത്രമല്ല, നവകേരള ബസ് പോകുന്ന വഴിയിൽ ആലങ്കോട് വെച്ച് രാത്രിയിലും കിട്ടി. ഇനി ഇതൊക്കെ പോലീസ് സഹിക്കാനുള്ള കാരണം മുഖ്യന്റെ ഭയം തന്നെ. അതായത് സാധാരണ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ, അതും അക്രമാസക്തമാവുമ്പോൾ ആദ്യം ജലപീരങ്കി പ്രയോഗിക്കും. അതൊരു 3 റൗണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് പോലീസ് ബലപ്രയോഗം നടത്തും, അതായത് ഉന്തും തള്ളും. അതിനുശേഷം കണ്ണീർ വാതക പ്രയോഗം. എന്നിട്ടും അടങ്ങിയില്ലെങ്കിൽ പിന്നെ ലാത്തി ചാർജ്. അതാണ് പോലീസിന്റെ ഒരു രീതി. പക്ഷേ ഇന്നലെ വടം കെട്ടി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, പോലീസിന് നേരെ കല്ലേറ്, ചെരുപ്പേറ്, കുറുവടി എറിയൽ, പിന്നെ അറസ്റ്റ് ചെയ്തവരെ പോലീസ് വാഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ, ഇതെല്ലാം നടന്നിട്ടും പോലീസ് സഹിച്ചു. കാരണം പോലീസ് പ്രതിഷേധക്കാരെ മർദ്ദിച്ചാൽ അതിന്റെ മറുപണി കിട്ടുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കാണ്. കാരണം നവകേരള യാത്ര തലസ്ഥാനത്തേക്ക് കടന്നല്ലോ. അതുകൊണ്ട് മുഖ്യൻ നേരിട്ട് നിർദ്ദേശം നൽകി, ദയവ് ചെയ്ത് അവരെ പ്രകോപിപ്പിക്കരുത്, ഞാനൊന്ന് ഈ യാത്ര അവസാനിപ്പിച്ചോട്ടെ എന്ന്. ഇപ്പോ എല്ലാം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത മാരക നീക്കം. ഇതിന്റെ ട്രോളുകളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല, കാരണം അധികമാരും അറിഞ്ഞിട്ടില്ല. അതായത് തിരുവനന്തപുരത്ത് നവകേരള യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ താൽക്കാലിക റെഡ് സോണുകളായിട്ട് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ഒരു ഗതികേടേ. എനിക്ക് മനസ്സിലാവാത്തത് ഈ ഭയവും വെച്ചുകൊണ്ട് ഇയാൾ എന്തിനീ യാത്ര നടത്തുന്നു എന്നുള്ളതാണ്. അതായത് ഈ റെഡ് സോൺ എന്താണെന്ന് വെച്ചാല്, ഈ നവകേരള സദസ്സിന്റെ വേദി, പരിസര പ്രദേശങ്ങള്, നവകേരള ബസ് കടന്നു പോകുന്ന വഴികള് എന്നിവിടങ്ങളിൽ ഒന്നും ഡ്രോൺ പാടില്ല എന്ന്. അതായത് ക്യാമറയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ഡ്രോൺ, പറക്കുന്ന യന്ത്രം. ഇതോടെ ഇങ്ങേര് ചരിത്രത്തിലും ഇടം നേടും. കാരണം പ്രതിപക്ഷത്തെ പേടി, പോലീസിന് വിശ്വാസമില്ല, വോട്ട് ചെയ്ത് ജയിപ്പിച്ച പൊതുജനങ്ങളെ വരെ പേടി, ഇപ്പോതാ ഡ്രോണിനെയും പേടി. ആർക്കും വേണ്ടാത്ത ഇയാളുടെ പേടി കാരണം, അതായത് ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള സമ്മർദ്ദം അനുഭവിച്ച് ഇപ്പോ ഒരു പുതിയ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ചരിത്രത്തില് ഏറ്റവും കൂടുതൽ പോലീസുകാര് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് കൗൺസിലിംഗ് സേവനം നേടിയിരിക്കുന്നത് ഈ ഭീരുവും ലോക തോൽവിയുമായിട്ടുള്ള ഈ പിണറായി ഭരിക്കുന്ന കാലഘട്ടത്തിലാണത്രേ. അതായത് 2017 ശേഷം 6000 പോലീസുകാരാണ് ഈ സേവനം ഉപയോഗിച്ചിരിക്കുന്നത്. സമ്മർദ്ദത്തിന് കാരണം ഏതായാലും പ്രതിപക്ഷ സമരങ്ങളൊന്നുമല്ല. കാരണം അതൊന്നും അത്ര ശക്തമായിട്ട് ഈ കാലയളവിൽ നടന്നിട്ടില്ലല്ലോ. ഇയാൾക്കുള്ള സെക്യൂരിറ്റി ഒരുക്കൽ, കറുത്ത തുണി ഇല്ലാതാക്കൽ, അല്ലാതെ വേറെ ഒരു പണിയും പോലീസുകാർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. പിന്നെ ഖജനാവ് നിറയ്ക്കാൻ ടാർഗറ്റ് വെച്ച് പെറ്റിയടിക്കൽ. പിന്നെ പോലീസുകാരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മുഖ്യനെ സംരക്ഷിക്കാൻ നടന്നാല് നവകേരള സദസ്സ് കഴിയുമ്പോഴേക്കും പെറ്റി വരുമാനം ഇല്ലാതെ ശമ്പളം കിട്ടാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കുറച്ചു പേരെ ജനങ്ങളെ പിഴിയാൻ വേണ്ടിയിട്ട് റോഡിലും നിർത്തിയേക്ക്. ഇപ്പൊ ഖജനാവിലേക്ക് വന്നേക്കണ കാശ് അത് മന്ത്രിമാർക്ക് മൂക്കി കയറ്റാനേ തികയൂ. അതിൽ നിന്ന് ശമ്പളം കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അപ്പൊ ശരി.